പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ചില മനുഷ്യരുണ്ടാകും. അവർ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് പൊടുന്നനെ കയറി വരും. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാലാണ് ഇത് കൂടുതൽ മനസ്സിലാവുക. ഒരു വ്യക്തി, അയാൾ വിവാഹിതനാണ്, ക്വാളിഫൈഡ് ആണ്, പക്ഷേ ജോലിയില്ല. അത്തരമൊരു സന്ദർഭത്തിൽ അയാളുടെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്യുന്നു, ഇന്നാലിന്ന ഗൾഫ് രാജ്യത്ത് ഒരു ജോലി അവസരമുണ്ട്, അതിനുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്, ആ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൻ്റെ ആണ് ഇത് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടി മുംബൈയിൽ പോകണം. അപ്പോൾ ജോലിയില്ലാത്ത വ്യക്തി പറയുകയാണ്, ഞാൻ ആ രാജ്യത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ആൾ വളരെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ്, നീ വിചാരിച്ചതുപോലെയല്ല. ബോംബെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ്, ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചില സംഗതികളും സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും ബോംബെയിൽ പോയി ഒരിക്കലും നഷ്ടമില്ലാത്തൊരു യാത്രയായി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പറ്റാവുന്നിടത്തൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒറ്റ കാര്യം നീ ചെയ്യേണ്ടതുള്ളൂ, ടിക്കറ്റ് ഞാൻ എടുത്തോളാം, നീ കൂടെ വന്നാൽ മതി. അപ്പോൾ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമത്തെ വ്യക്തി ബോംബെയിലേക്ക് വണ്ടി കയറുകയാണ്. ആ യാത്ര അയാളുടെ ജീവിതം മാറ്റിമറിച്ചു. ആ യാത്രയിൽ ഒരുപാട് മനുഷ്യരെ അദ്ദേഹം പരിചയപ്പെട്ടു. സമാന ചിന്താഗതിക്കാരായ, ഒരേ ക്വാളിഫിക്കേഷനുള്ള, ഇതേ എക്സാമിന് വേണ്ടി എഴുതാൻ വേണ്ടി പോകുന്ന, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ. അവരുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ഈ വ്യക്തിയും അറിയാതെ അയാളുടെ മനോനില മാറുകയാണ്. ആ എക്സാം എഴുതണമെന്നും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നും ആ ജോലി കിട്ടണമെന്നുമുള്ള ഒരു വലിയ ആഗ്രഹം അയാളുടെ മനസ്സിൽ ഉടലെടുത്തു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയും, ആ യാത്രക്ക് മുമ്പ് 3-4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളത്. അപ്പോൾ യാത്ര കഴിഞ്ഞ് 2 ദിവസത്തെ യാത്ര, അത് കഴിഞ്ഞ് എക്സാമിന് മുമ്പ് 4 ദിവസം. അപ്പോൾ ഈ 4 ദിവസം അയാൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ഈ എക്സാം പാസ്സാവണമെന്ന ചിന്തയിൽ പഠിച്ചു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ എക്സാം പാസ്സായി. ഇന്നൊരുപാട് വർഷം കഴിഞ്ഞു. ആ വ്യക്തി, അയാൾക്ക് ആ ജോലി കിട്ടി. ആ ജോലിയെ കിട്ടിയത് കാരണമാണ് ഇന്നും അയാൾ ജീവിക്കുന്നത്, അയാളുടെ കുടുംബത്തെ പോറ്റുന്നത്, വാഹനം, വീട് തുടങ്ങിയിട്ടുള്ള കൊച്ചു കൊച്ചു സൗഭാഗ്യങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ നേടിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമാണിത്. അങ്ങനെ എൻ്റെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വളരെ വലിയ ഇടപെടലുകൾ നടത്തിയ ചില മനുഷ്യരുണ്ടാകും. അവരെ നമുക്ക് നന്ദിയോടുകൂടെ മാത്രമേ ഓർക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ചില ആളുകളെ നിമിത്തമായി തീരുമാനിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പൊടുന്നനെ കടന്നു വരാൻ അവർക്ക് തോന്നുന്നു, അവർ വലിയ ഇടപെടൽ നടത്തുന്നു. പക്ഷെ അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് താൽക്കാലികമായി അവരുടെ യാത്രക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ചെറിയൊരു കാര്യമാവും. പക്ഷേ ഫലത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് അവരുടെ ആ ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധിക്കൽ മാറുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇത് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ പരീക്ഷ അല്ല. ആ പരീക്ഷയിൽ പാസ്സായാലാണ് ജോലി കിട്ടുക. അത്തരത്തിലുള്ളൊരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് അതിനു വേണ്ടിയുള്ള എഴുതാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അതേ പരീക്ഷ അതിന് മുമ്പത്തെ ബാച്ചിൽ എഴുതിയ ഒരാൾ കടന്നു വരികയാണ്. ഈ സാഹചര്യം മനസ്സിലാക്കണേ, ഒന്നും കൂടി വിശദീകരിക്കണം. ഞാൻ പറയാം. ഒരു പരീക്ഷ, ഒരു ജോലിക്ക് വേണ്ടിയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നൊരു പരീക്ഷയാണ്. മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു ഹോട്ടലിൽ വെച്ച് നടക്കുന്നു. അവിടെ ദിവസങ്ങളായിട്ട് ഈ പരീക്ഷ നടക്കുന്നുണ്ട്. ദിവസം 2 നേരം നടക്കും, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ട്രെയിനിൽ പോയ, ആ യാത്രയിൽ പരിചയപ്പെട്ട ഈ ആളുകൾ മുഴുവനും ഈ പരീക്ഷ എഴുതുന്നത് വ്യത്യസ്ത ദിവസങ്ങളിലാണ്. ചില ദിവസങ്ങൾ രാവിലെ ആയിരിക്കും, ചിലർ അതേ ദിവസം വൈകുന്നേരമായിരിക്കും. അങ്ങനെ ആ ഇതിലെ വൈകുന്നേരത്തെ പരീക്ഷ എഴുതാനുള്ള വ്യക്തി പരീക്ഷാ ഹാളിലേക്ക് കയറാനുള്ള ഏകദേശം ഒരു 10-15 മിനിറ്റിന് മുമ്പ് ആദ്യത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് 1ാമത്തെ ബാച്ചിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, യാസർ, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എനിക്കറിയാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങളറിയാം. അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു പക്ഷേ നിനക്കത് ഉപകാരപ്പെട്ടേക്കാം. അയാൾ അത് പറഞ്ഞു തന്നു. അയാൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. അയാളത് പറഞ്ഞു തന്നു. ഞാനത് കേട്ടു. അതെന്നിൽ വലിയ
ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ആ പരീക്ഷ വളരെ സന്തോഷത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ എഴുതാൻ എന്നെ അത് സഹായിച്ചു. പല ഉത്തരങ്ങൾക്കും എനിക്ക് ഒന്നും ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചു. മുൻപ് പഠിച്ച് തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അപ്പോൾ ആ നിമിഷത്തിൽ അങ്ങനെ വന്നുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം, ഒരു പക്ഷേ നിനക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു തന്ന ആ ഒരു പറച്ചിൽ എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സാധാ ചിന്താഗതിയാണത്. ഏതായാലും പരീക്ഷ എഴുതി കഴിഞ്ഞിറങ്ങി, ഇനി ഇത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്നൊരു നല്ല ചിന്തയാണ് അദ്ദേഹത്തിന് അതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ഫലമോ എനിക്കത് വലിയ ഉപകാരപ്പെട്ടു. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളുണ്ടാവും. അവരോട് നമുക്കൊരു കടപ്പാട് വേണം. അവരെ നന്ദിയോടുകൂടെ നമ്മൾ ഓർക്കണം. ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ആളുകളുണ്ടാകും. ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ആൾക്കാരുണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി നിർണയിച്ചവരുണ്ടാകും. ഇങ്ങനെ നന്ദിയോടുകൂടെ ഓർക്കേണ്ടുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ, നല്ല ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരാൾ ചിലപ്പം ഡിഗ്രി കഴിഞ്ഞു, PGക്ക് പോകുന്നില്ല. അയാൾക്ക് നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കാം അയാൾക്ക് PGക്ക് പോകാനുള്ള ഒരു പ്രചോദനമാവുക. നമുക്കൊരു വാക്കിൻ്റെ മുടക്കേ ഉള്ളൂ. പക്ഷെ അയാളിൽ അത് ഉണ്ടാക്കുന്ന ഒരു താല്പര്യം, ആ PG എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാത്രമുള്ള ഊർജം ഒരു പക്ഷേ നമ്മുടെ ഒരു വാക്കിലുണ്ടാകും. അത് അയാളിൽ ഫലപ്പെട്ടാൽ അയാൾ PG പൂർത്തിയാക്കും. അയാളുടെ ജീവിതത്തിൽ പിന്നീട് അത് കാരണം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ ആ നല്ല വാക്ക് പറഞ്ഞ നമ്മളെ ആ വ്യക്തി ഓർക്കും. ഇങ്ങനെ നല്ല വാക്കുകൾ പറയാനും നല്ല ഇടപെടലുകളൊക്കെ നടത്താനും നമുക്കും കഴിയണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളെ നന്ദിപൂർവ്വം സ്മരിക്കപ്പെടുന്നവരാകണം. അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലുകൾ നമുക്കൊക്കെ നടത്താൻ സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ, താങ്ങും തണലുമായി നിന്ന, ഒരിടപെടൽ കൊണ്ടെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു ചെറുപുഞ്ചിരി കൊണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ കൈത്താങ്ങ് നൽകിയിട്ടുള്ള മനുഷ്യർക്കൊക്കെ സർവശക്തനായ അള്ളാഹു അതിൻ്റെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.